അപ്പോൾ ഞാൻ തുടക്കം മുതലേ ഇവിടെ കുറേ കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പം അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ തൂവലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോഴികൾ തിന്നാനായിട്ട് കൊത്തിപ്പറിച്ച് കളയാനായിട്ട് തുടങ്ങി. പക്ഷേങ്കിൽ അവരുടെ മാംസത്തിനൊന്നും കേടുവന്നില്ല. ഒരു തൂവലുകളെല്ലാം ഇങ്ങനെ പോയിട്ട് തലം മാത്രം കട്ട് ചെയ്താൽ മതി, ആ രീതിയിലായിരുന്നു നിന്നത്. കറി വയ്ക്കാനായിട്ട് പരുവത്തി നിൽക്കുന്ന മാതിരിയാണ് നിന്നത്. പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു ഇല കൊടുത്തു തുടങ്ങിയപ്പോൾ ഇതിന് നിറയെ ഇങ്ങനെ തൂവലുകൾ വരികയും കണ്ടോ. ഇതിനൊക്കെ കാണുമ്പോഴും നമ്മുടെ പിള്ളേർ വന്നിട്ട് ചിരിയായിരുന്നു, എന്തോ മമ്മിയുടെ കോഴിയൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇല കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. ആ ഇല എന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഇലയാണ് എൻ്റെ ഈ കോഴികളെയൊക്കെ ഇത്രയൊക്കെ തൂവലുമൊക്കെ ആയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. സത്യം പറഞ്ഞാൽ ഇത് വീട്ടിൽ നിൽക്കുന്ന കാണുമ്പം തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു ജീവി മാതിരിയാണ് എനിക്ക് തോന്നിയത്. അപ്പം നമുക്ക് ആ ഇലയൊന്ന് കണ്ടാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഇപ്പം നമ്മൾ ആമ്പൽ നട്ടിരുന്നതായ നമ്മുടെ ഒരു ബേസിനകത്ത് കുറേ അസോള നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കോഴിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഒരു സ്വല്പം കൊണ്ടിട്ടിരുന്നാൽ മതി, ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും. ഇത് നമ്മുടെ കോഴികൾക്ക് ഇങ്ങനെ കൊടുത്താലും അങ്ങ് കഴിച്ചോളും. അവരുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തിയാലും അവർ നല്ലതുപോലെ അങ്ങ് കഴിച്ചോളും. പ്രത്യേകിച്ച് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പച്ചില വർഗ്ഗങ്ങളൊക്കെ കഴിക്കാനായിട്ടും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ചില നേരത്ത് അവരുടെ ആഹാരത്തിനകത്ത് മിക്സ് ചെയ്തിട്ടൂടെ കൊടുക്കും. ഇത് നമ്മൾ ഓരോ ബേസിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പടർന്ന് പാത്രം മുഴുക്കി അങ്ങ് ആയിക്കോളും. ഇത് കണ്ടോ, ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി, ഉടനെ വന്ന് എല്ലാവരും കൂടെ കൊത്തി അങ്ങ് കഴിച്ചോളും. അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അതിനകത്ത് വേറെ തീറ്റ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടുത്തെ കോഴിയെന്ന് മാത്രമല്ല കേട്ടോ. അപ്പം ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഓരോന്ന് ശ്രദ്ധിക്കാറുണ്ട്. മിക്ക ഇടത്തും ഇങ്ങനെ കോഴികൾ തൂവലൊക്കെ കുത്തിപ്പറിച്ചിട്ട് ഒരു വല്ലാത്ത കണ്ടീഷനിലൊക്കെ നിൽക്കുന്ന കാണാം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് പച്ചിലവർഗ്ഗങ്ങളൊന്നും കിട്ടാത്തതിൻ്റെ കുറവും അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അവർക്ക് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചില അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അസോള ഉള്ളവർക്ക് അസോള കൊടുക്കാം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങയില ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പപ്പായയുടെ ഇല അതിലും നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ പറമ്പിൽ നിൽക്കുന്നതായ കൊച്ചു പുല്ലുകളൊക്കെ വളർന്നു വരുന്നത് നമ്മുടെ ചെടികളുടെ ഇടയിലും അതേപോലെ തന്നെ പച്ചക്കറിത്തോട്ടത്തിലും ഒക്കെ ഇങ്ങനെ വളർന്നു വരുന്നതായ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ കോഴിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഭക്ഷണത്തിൽ കലർത്തിയിലേനും കുഴപ്പമില്ല. അസോളയൊക്കെ നമുക്ക് ഭക്ഷണത്തിലും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. അല്ലാതെ നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഈ പച്ചിലകൾ അവരുടെ കൂട്ടിൽ കൊണ്ടുവച്ചിരുന്നാൽ അവർക്ക് കൊത്തു കൂടാനുള്ള ടെൻഡൻസി കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അവർ എപ്പോഴും കോഴികൾക്ക് എപ്പോഴും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാമെങ്കിൽ അവരത് കഴിച്ചുകൊണ്ടങ്ങ് ഇരുന്നോളും. ഈ കൊത്തു കൂടുന്ന കാര്യമൊക്കെ അവരങ്ങ് മറന്നു പോകും. പിന്നെ അതുപോലെ തന്നെ വാഴപ്പിണ്ടി, വാഴപ്പോള, വാഴയില കൊത്തി എറിഞ്ഞത്, ഇതൊക്കെ നമുക്ക് അവരുടെ കൂട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പം അടച്ചിട്ടിരിക്കുന്ന കോഴികളും തുറന്നു വിടുന്ന കോഴികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. തുറന്നു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് അവർക്ക് പറമ്പിലോട്ടൊക്കെ ചിക്കിച്ചിതയുമ്പോൾ അവർക്ക് പല തരത്തിലുള്ള ജീവികളെയും പ്രാണികളെയൊക്കെ അവർക്ക് ഭക്ഷിക്കാനായിട്ട്, ചെതലുകളെയൊക്കെ ഭക്ഷിക്കാനായിട്ട് കിട്ടും. ആ ഒരു കുറവ് എന്തായാലും അടച്ചിട്ടിരിക്കുന്ന കോഴികൾക്ക് ഉണ്ടാകും. പച്ചിലകളൊക്കെ നമ്മൾ ഈ അസോളയൊക്കെ കൊടുക്കുമ്പോൾ കോഴി മുട്ടയ്ക്കൊക്കെ നല്ല വലിപ്പം ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സാധാരണയിൽ കവിഞ്ഞുള്ളതായ വലിപ്പം ഈ മുട്ടകൾക്ക് ഉണ്ടാവുന്നതാണ്. അത് തന്നെയല്ല, മുട്ടയിടുന്നതായ അളവും കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കോഴിയെ വളർത്തണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. എന്നാലും ടെറസിൽ പോലും കോഴി വളർത്തുന്നവരുണ്ട്. എനിക്ക് നല്ലതുപോലെ അറിയാം. ടെറസിലൊക്കെ കോഴിയെ വളർത്തി നല്ലതുപോലെ മുട്ടയൊക്കെ എടുക്കുന്നതും കഴിക്കുന്നതും ഒക്കെ എനിക്ക് അറിയാവുന്നതുണ്ട്. അപ്പം പറ്റുന്നിടത്തോളം എല്ലാവരും ഒക്കെ ഇതുപോലെ കോഴിയൊക്കെ വളർത്താമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. വിഷമില്ലാത്ത മുട്ടയും നമുക്ക് കഴിക്കാം. അപ്പം മുട്ടയ്ക്കകത്തും മായമാണ്. അപ്പം മായമില്ലാത്ത മുട്ടയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഒരു 4-5 കോഴിയൊക്കെ വളർത്തുന്നതിന് നമുക്ക് പ്രത്യേക തീറ്റയൊന്നും നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നില്ല. നമ്മൾ കഴിക്കുന്ന വേസ്റ്റുകളും നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ, നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും തണ്ണിമത്തനൊക്കെ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞൊക്കെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. അതൊക്കെ അത്രയും മതി. നമുക്ക് ഒരു 5 കോഴിയൊക്കെ സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോഴികളെ മുട്ടയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് മാംസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോഴി വളം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വളമാണ്. അതും നമ്മുടെ കൃഷികൾക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കോഴിവളം. അപ്പം എന്തായാലും അസോള നിങ്ങൾ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സറിയിലൊക്കെ ചിലപ്പം വാങ്ങിക്കാൻ കിട്ടിയേക്കും.
അപ്പോൾ അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 പാത്രത്തിൽ ഒരു സ്വല്പം ഇത് ഇട്ട് വെച്ചിരുന്നാൽ മതി. ആ ഒരു ബേസിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗമില്ലാത്ത ഏതെങ്കിലും പാത്രങ്ങളിൽ നമ്മൾ ഇട്ട് വെക്കുക. അതിനകത്ത് 3-4 ഗപ്പിയും കൂടെ വളർത്താമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂത്താടി ശല്യം ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ കോഴികൾക്ക് നല്ലൊരു തീറ്റയാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കിച്ചണിലെ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വരുന്നതായ പുഴുക്കളുണ്ടല്ലോ, അതും കോഴികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ആഹാരമാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ നമുക്ക് ഉപകാരപ്പെടുത്തിയെടുക്കാനും നമുക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ എന്തായാലും പറ്റുന്നിടത്തോളം ചെയ്യാൻ മനസ്സും ഉണ്ടെങ്കിൽ, ക്ഷമയും ഉണ്ടെങ്കിൽ ഒരു 5 കോഴിയും കൂടെ എല്ലാവരും വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കോഴിയെ വളർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞുവെങ്കിലും കൃഷിയൊക്കെ എല്ലാവരും ചെയ്യണം. ഇപ്പോൾ കോഴിയെ വളർത്തുമ്പോഴും നമുക്ക് കൃഷി ചെയ്യാനുള്ള വളങ്ങളും ഒക്കെ ആവും. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിത്തുകൾ, ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതെല്ലാം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.